നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള PSC പ്രീവിയസ് ആയി ചോദിച്ച 100 മുൻകാല ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ലോകരാജ്യങ്ങൾക്കിടയിലെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9 ആണ്. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. പഠിച്ചോളനെ, തെറ്റിപ്പോവല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദി. ഇന്ത്യയുടെ തെക്കേയറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേയറ്റം എന്നറിയപ്പെടുന്ന ഏതാ? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഗംഗാ നദിയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9 ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്ന പേര് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ ഹിമാലയത്തിനെയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. തെറ്റിപ്പോവല് സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഇത് മൂന്നും തെറ്റെല്ലാം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സിന്ധു നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിയാണ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഡെക്കാൻ പീഠഭൂമിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അല്ലെങ്കിൽ PSC മറ്റൊരു രീതി ചോദിക്കാം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന ഇന്ത്യയിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ അതുമാരാ? ഉത്തരം നമ്മുടെ കുട്ടനാടാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. തെറ്റിപ്പോവല്ലേ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് കാഞ്ചൻജംഗയാണ്. ഇനി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കേട്ടോ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. തെറ്റിപ്പോവല്ലേ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇനി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതേതാണ്? മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന ഇന്ത്യയിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ അതുമാരാ? നമ്മുടെ കുട്ടനാടാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് കാഞ്ചൻജംഗയാണ്. ഇനി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമുള്ള ആരാത്? മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഊളാറാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഊളാറാണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. കടൽ തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. കടൽ തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ട് അണക്കെട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണെങ്കിൽ അത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? എക്കൽ മണ്ണാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഊളാറാണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണെങ്കിൽ അത് എക്കൽ മണ്ണാണ്. പഠിക്കുക. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ചോദിച്ചാല് കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ നമ്മൾ പറയും റിഗർ മണ്ണ്. ഇത് മൂന്നും PSC പ്രീവിയസ് ആയിട്ട് ഉത്തര സൂചികയിൽ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്, ഇല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റിഗർ സോയിൽ അല്ലെങ്കിൽ റിഗർ മണ്ണ്. മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിര. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതേ ചോദ്യം. മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാ? കാരക്കോറം പർവ്വതനിര. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞിരുന്നത് എന്താണ്? ട്രാൻസ് ഹിമാലയം. പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് എപ്പോഴാ? ഒക്ടോബർ നവംബർ മാസങ്ങളില്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണെങ്കിൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാത്? മധ്യപ്രദേശാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ്. മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിര, അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താ പറഞ്ഞത്? ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ. ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് എപ്പോഴാ? ഒക്ടോബർ മുതൽ നവംബർ മാസം വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. പഠിക്കും. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. പഠിച്ചോളണേ. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാണെന്ന് അറിയുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാ? അത് ഹരിയാനയാണ്. ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാകോള്. ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ദിരാകോള്. അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയില്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി എന്നറിയപ്പെടുന്നത് സിന്ധു ആണ്. പഠിച്ചോളനെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സിന്ധു നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദി. പഠിച്ചോളനെ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാ? അത് നർമ്മദ നദിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ദിരാകോൾ എന്നാണ്. അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയിലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി എന്നറിയപ്പെടുന്നത് സിന്ധുവാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് അത് നർമ്മദ നദിയാണ്. പഠിക്കുക. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. PSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റും PSCക്ക് വളരെ ഇഷ്ടമുള്ള ചോദ്യമാണിത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദ നദിയാണ്. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിര. പഠിച്ചോളനെ. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? അത് കാരക്കോറം പർവ്വതനിരയാണ്. കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലുങ്കാന. ഇപ്പൊ കുറച്ചു നാളായിട്ട് PSC ചോദിക്കുന്നുണ്ടേ, കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തെലുങ്കാനയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരെയാണ്? പാമീർ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പല സുഹൃത്തുക്കൾക്കും തെറ്റുന്ന പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ കാരക്കോറം പർവ്വതനിര. കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാ? തെലുങ്കാനയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പഠിക്കുക. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ഇമ്പോർട്ടന്റ് ആണ്.
ധാതു കലവറ അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? നമ്മുടെ ഉത്തര മഹാസമതലമാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരത്തിന് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? അതായത് ഹിമാലയൻ പർവ്വതനിരയുടെ കേസാണ് പറയുന്നത്. ഉയരം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകളുടെ ഉയരത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. പഠിച്ചോളനെ, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് സിക്കിമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണെങ്കിൽ അത് ഉത്തര മഹാസമതലമാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഹിമാലയൻ പർവ്വതനിരയുടെ ഉയരത്തിനുണ്ടാകുന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഉയരം കുറയുന്നു. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം സാഗർമാത ദേശീയ ഉദ്യാനം. പഠിച്ചോളനെ, എവറസ്റ്റ് കൊടുമുടിയുടെ ചുവട്ടിലായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സാഗർമാത ദേശീയ ഉദ്യാനമാണ്. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ നേപ്പാളിലെ എവറസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സാഗർമാത എന്ന്. അതുകൊണ്ട് തന്നെ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? അത് സാഗർമാത ദേശീയോദ്യാനമാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി. മറന്നുപോലെ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാല്. ഒത്തിരി പേർക്ക് തെറ്റുന്ന പോയിന്റാ പറഞ്ഞത്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണെങ്കിൽ അത് കൊടൈക്കനാലും, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ് ചോദിക്കുന്നെങ്കിൽ അത് മസൂറിയുമാണ്. ഇന്ത്യൻ മഴക്കാടുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം വടക്ക് കിഴക്കൻ ഹിമാലയവും അതുപോലെ പശ്ചിമഘട്ട മലനിരകളിലുമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളിലാണ്. ഒന്ന് എവിടെയാ? വടക്കു കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗത്തും, പിന്നെ എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലുമാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവാചൽ. പഠിച്ചോളനെ, ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അറിയപ്പെടുന്ന പേരാണ് പൂർവാചൽ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ചോദിച്ചാൽ സാഗർമാത ദേശീയ ഉദ്യാനം. ഇനി എവറസ്റ്റ് നമ്മുടെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താ? സാഗർമാത എന്ന്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എവിടെയാ? മസൂറിയയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന രണ്ട് പ്രദേശങ്ങൾ ചോദിച്ചാല് ഒന്ന് വടക്ക് കിഴക്കൻ ഹിമാലയവും മറ്റൊന്ന് പശ്ചിമഘട്ടവുമാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാല് അത് പൂർവാചലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ. പഠിച്ചോളനെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സുന്ദർബൻ ഡെൽറ്റയാണ്. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി ദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് മജുലി ദ്വീപാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദി. പഠിച്ചോളനെ, മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. ഗംഗാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദി. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് മജുലി ദ്വീപാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. പഠിക്കുക. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ എന്നാണ്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി ടീസ്റ്റയാണ്. പഠിച്ചോളനെ, ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? അത് ടീസ്റ്റയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര നദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി കുന്നുകൾ. ഇത് 3 പോയിന്റും അങ്ങ് പഠിച്ചു വെച്ചോളനെ. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി കുന്നുകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി ടീസ്റ്റയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ലൂണിയാണ്.
ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ആരവല്ലി കുന്നുകളിൽ നിന്നുമാണ്. പഠിക്കുക. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദി. ഇപ്പൊ അങ്ങോട്ട് PSC ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത ചോദ്യമാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ബിയാസ് നദിയാണ്. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഝലം നദിയാണ്. പഠിച്ചോളനെ, ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ഝലം നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ചോദിച്ചാൽ അത് നർമ്മദയും താപ്തിയും. നർമ്മദ മാത്രം പഠിച്ചോണ്ട് പോലെ താപ്തിയും ഉണ്ടേ, പെട്ടുപോകുമേ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നർമ്മദയും മറ്റൊന്ന് താപ്തിയുമാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവാ പീഠഭൂമിക്കും ഇടയിൽ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവാ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നദി അല്ലെങ്കിൽ ഒഴുകുന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് നർമ്മദ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്തെന്ന് അറിയുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ബിയാസ് നദിയാണ്. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഝലം നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ചോദിച്ചാൽ അത് നർമ്മദയും മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണത്? താപ്തി നദിയാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവാ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് നർമ്മദ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ചോദിച്ചാൽ അത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അത് അറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. പഠിച്ചോളനെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് കൊല്ലേരുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതാണ്? അത് കൊല്ലേരുവാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഇപ്പോഴാരാ? ജമ്മു കാശ്മീർ ആണ്. തെറ്റിപ്പോവല്ലേ. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോഴാരാ? നമ്മുടെ ജമ്മു കാശ്മീരാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചോളനെ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? അത് ഹിമാദ്രിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് കൊല്ലേരു. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. പഠിക്കുക. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. പഠിച്ചോളനെ. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതുപോലെ പഠിച്ചു വെച്ചേക്കുക. ഒരുപാട് PSC ക്വസ്റ്റ്യനിൽ വന്നതാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. പഠിക്കുക. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏതാണ് ഈ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അത് മൺസൂൺ കാറ്റുകളാണ്. ഇങ്ങനെ തന്നെ PSC 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഇത് ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരം അറിയപ്പെടുന്നതാണ് കോറമണ്ഡൽ തീരം. ഇന്ത്യയുടെ കിഴക്കൻ തീരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോറമണ്ഡൽ തീരം. ഗായ്മുഖ് ഏത് നദിയുടെ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗംഗാ നദിയുടെ. ഗായ്മുഖ് ഏത് നദിയുടെ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏതാണ് ആ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരം എന്നറിയപ്പെടുന്നത് കോറമണ്ഡൽ തീരമാണ്. ഗായ്മുഖ് ഏത് നദിയുടെ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്ത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളനെ. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് യമുന നദിയുടെ തീരത്താണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ലൂ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏതാണത്? ലൂ ആണ്. പക്ഷെ PSC ഇപ്പോൾ ട്രെൻഡ് മാറി ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മെയ് ജൂൺ മാസങ്ങളുടെ കയറ്റി പറയുക, അത്രയേ ഉള്ളൂ കേട്ടോ. മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ലൂ എന്നുള്ളത്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ആരാണ്?
ബ്രഹ്മപുത്ര നദിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിലെ പ്രദേശം വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്? അത് വയനാടാണ്. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എന്താണ്? കാൽബൈശാഖിയാണ് കേട്ടോ. പശ്ചിമ ബംഗാളില് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാൽബൈശാഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ യമുന നദിയുടെ തീരത്ത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ആണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ അത് വയനാടാണ്. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ശക്തമായ മഴയോടുകൂടിയ കാറ്റ് അല്ലെങ്കിൽ മഴയെ തന്നെ വിളിക്കുന്ന പേരാണെന്ത്? കാൽബൈശാഖി എന്ന് പഠിക്കുക. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി. ഗംഗാ നദിയും യമുന നദിയും സംഗമിക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് അലഹബാദിൽ വെച്ചാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചുള്ളേ, ഗംഗാ നദിയും യമുന നദിയും സംഗമിക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് അലഹബാദിൽ വെച്ചാണ്. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. മറക്കല്ലേ, ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപൻ ഹസാരിക പാലം ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും. പണ്ട് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഭൂപൻ ഹസാരിക പാലം ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങള് ഒന്ന് ആസാമിനെയും മറ്റൊരാൾ ആരാണ്? അരുണാചൽ പ്രദേശിനെയും. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക് ആണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളത് ഏത് നദിക്കെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗംഗാ നദിയും യമുന നദിയും സംഗമിക്കുന്നത് എവിടെ വെച്ചാണ്? അലഹബാദിൽ വെച്ചാണ്. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഒഡീഷ സംസ്ഥാനത്ത്. ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ആസാമും അരുണാചൽ പ്രദേശും. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളത് ഏത് നദിക്കെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിക്കാണ്. ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പദ്മ എന്ന്. ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പദ്മ എന്നാണ്. മറക്കല്ലേ, ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പദ്മ എന്നാണ്. അല്ലെങ്കിൽ പഠിച്ചു വെക്കുക, ഗംഗയ്ക്ക് BP ആണെന്ന് അങ്ങ് പഠിച്ചു വെച്ചോളണം കേട്ടോ. അതായത് ഗംഗാ നദി ബംഗ്ലാദേശിൽ കയറുമ്പോഴത്തേക്കും ഗംഗാ നദിക്ക് BP കൂടുമെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. ഗംഗാ നദീനെ B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, P എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്മയാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഗംഗാ നദീനെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പദ്മ എന്നാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്ന്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താ? ഖാദർ എന്നാണ്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഫംഗർ എന്ന്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഫംഗർ എന്നാണ്. ഇതും ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേര് ഖാദർ എന്നും, ഇനി പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഫംഗർ എന്നുമാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും എന്നുള്ള സുഹൃത്തുക്കൾ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, പഴയ സാധനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പഴയ സാധനങ്ങൾക്കാണ് എന്ത് സംഭവിക്കുക? അതിനകത്ത് ഫംഗസ് വരും അല്ലേ? പഴയ സാധനങ്ങളിലെല്ലാം ഇരുന്ന് പഴകി കഴിഞ്ഞാൽ എന്ത് വരും? അതിനകത്ത് ഫംഗസ് വരൂലേ? അപ്പൊ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഫംഗർ എന്ന്. ഫംഗസ് പിടിച്ചുകൊണ്ട് അവനെ എന്തെന്ന് നമ്മൾ വിളിച്ചു? ഫംഗർ എന്ന്. അപ്പൊ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഫംഗർ എന്ന്. പഴയ വസ്തുക്കളിലെ ഫംഗസ് പിടിക്കും. അപ്പോ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഫംഗർ എന്നും. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ എന്നുമാണ്. പഠിക്കുക. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഏതാ? അത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പദ്മ എന്നാണ്. ബംഗ്ലാദേശിലോട്ട് കയറുമ്പോൾ ഗംഗയ്ക്ക് BP കൂടുമെന്ന് പഠിക്കുക. B എന്ന് വെച്ചാൽ ബംഗ്ലാദേശ്, P എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്മയെ സൂചിപ്പിക്കുന്നു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഫംഗർ. പഴകിയ വസ്തുക്കളില് ഫംഗസ് പിടിക്കുമെന്ന് അങ്ങ് ഓർത്തു വെക്കുക. പഴകിയ വസ്തുക്കളില് ഫംഗസ് പിടിക്കുമെന്ന് അങ്ങ് ഓർത്തു വെക്കുക. അപ്പോൾ പഴയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരെന്താണ്? ഫംഗർ എന്നാണ്. ഫംഗസ് പിടിച്ചുകൊണ്ട് ഫംഗർ എന്നാണ്. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. പഠിക്കുക. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമീസ് ആണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ആരാണ്?
ഹെമീസ് ആണ്. ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനമാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലാണ്. ആ കണ്ടൽക്കാടിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? സുന്ദർബൻ ഡെൽറ്റ എന്നാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലാണ്. ആ കടുവാ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ആ കണ്ടൽക്കാട് അറിയപ്പെടുന്ന പേരെന്താ? അതാണ് സുന്ദർബൻ ഡെൽറ്റ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഹെമീസ് ആണ്. ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കീബുൾ ലംചാവോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിട്ടാണ്. ഏതാണ് ആ കണ്ടൽക്കാട് അല്ലെങ്കിൽ ആ കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുന്ദർബൻ ഡെൽറ്റയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. പഠിച്ചോളെ, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം എന്നറിയട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അഗ്നിപർവ്വതം എന്നറിയപ്പെടട്ടെ, എല്ലാം എന്താണ്? ബാരൻ ദ്വീപാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം എന്നറിയപ്പെടുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദ്വീപ് ലക്ഷദ്വീപ്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദ്വീപ് ഏതാണ്? അത് ലക്ഷദ്വീപാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ആനമുടിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വനിര ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വനിരകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വനിര വിന്ധ്യ പർവ്വനിരകൾ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര ആരവല്ലി പർവ്വനിര. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിര. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ലൂണി നദി. പഠിച്ചോളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത അഥവാ ലാൻഡ് ലോക്ക്ഡ് റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂണി റിവർ ആണ്. പഠിച്ചോളെ, ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്നത് ലൂണി നദി. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ആരാ? ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ്. അല്ലെങ്കിൽ ആ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ദാമോദർ വാലി പദ്ധതി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാമോദർ വാലി പദ്ധതിയാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിച്ചിരിക്കുന്ന പർവ്വനിര വിന്ധ്യ പർവ്വനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത അഥവാ ലാൻഡ് ലോക്ക്ഡ് നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ലൂണി നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. പലരും ആരവല്ലി പർവ്വനിര എഴുതിയെന്നറിയുന്നു. തെറ്റാണ്. കാര്യം എന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വനിരയ്ക്ക് പഴക്കം മാത്രമേ ഉള്ളൂ, പക്ഷേ വിസ്തൃതി വളരെ കുറവാണ്. അതുപോലെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമല്ല ആരെന്ന് പറയുന്നത്? ആരവല്ലി പർവ്വനിര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചൊന്ന് പഠിക്കാം. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. പഠിച്ചോളെ, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴേക്കും അത് ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ്.
ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ നമുക്കൊന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഡൽഹി മലനിരകൾ, അതായത് നമ്മുടെ ആരവല്ലി പർവ്വതനിരയുടെ തുടർച്ചയായി ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മലനിരകളാണ് ഡൽഹി മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി കാണപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ആരാണ്? ഡൽഹി മലനിരകളാണ്. ഇനി ഡൽഹി മലനിരകൾ എന്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ തുടർച്ചയാണെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരകളുടെ തുടർച്ചയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കേ അറ്റം രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അറ്റം എന്താ സുഹൃത്തുക്കളെ? രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗം ഗിർ മലനിരകളാണ്. പഠിക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗം ഗിർ മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. നമ്മുടെ കേരളത്തിലുള്ള ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അങ്കോങ് ആണ് കേട്ടോ സുഹൃത്തുക്കളെ. അങ്കോങ് ആണ്, അങ്കോങ് പീഠഭൂമി മറക്കരുത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അതുപോലെ തന്നെ അങ്കോങ് പീഠഭൂമി. അങ്കോങ് പീഠഭൂമി പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നദീ സമതലങ്ങളിൽ നിന്നും 180 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികളാണെന്നും പിന്നെ നമ്മൾ പറഞ്ഞത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഡൽഹി മലനിരകൾ. ഈ ഡൽഹി മലനിരകൾ എന്തിന്റെ ഭാഗമെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരകളുടെ തുടർച്ചയായിട്ട് ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിൽ കാണപ്പെടുന്ന മലനിരകളാണ് ഡൽഹി മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അറ്റം രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അറ്റം ഗിർ മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കേ കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അതുപോലെ അങ്കോങ് പീഠഭൂമികൾ പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമികളാണ്. പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോൾ കുറഞ്ഞു വരുന്നു. പഠിക്കുക, പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് എത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തല്ലേ സുഹൃത്തുക്കളെ പീഠഭൂമി എന്ന് പറയുന്നത് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. ഇത് പടിഞ്ഞാറ് നിന്നും എങ്ങോട്ടാ? നമ്മുടെ കിഴക്കേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഉയരം എന്തെയും കുറഞ്ഞു വരും. പഠിച്ചോളണേ, ഉപദ്വീപീയ പീഠഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും ഉയരം കുറഞ്ഞു വരുന്നു. ഇടതൂർന്ന വനങ്ങളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇടതൂർന്ന വനങ്ങളാലും താഴ്വരകളാലും സമൃദ്ധമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. പഠിക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി എത്രയാ സുഹൃത്തുക്കളെ? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമികളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പൊതുവെ പീഠഭൂമികളുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. അതായത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. ഇടതൂർന്ന വനങ്ങളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്.
ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് പഠിക്കുക. ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് പഠിക്കുക. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാന ഭൂരൂപങ്ങൾ. ടോറുകൾ. ആദ്യമായി പഠിക്കാനുള്ള എന്താണ് ടോറുകൾ. ടോറുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, പണ്ട് നമ്മൾ 70s കളിക്കത്തില്ലേ, അതുപോലെ എന്താണ് പാറക്കല്ലുകള് ഇങ്ങനെ ചേർന്ന് എന്താണ് കാണപ്പെടും മലയുടെ മുകൾ ഭാഗങ്ങളിലായിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ടോറുകൾ എന്ന് പറയുന്നത്. അപ്പോ ടോറുകൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ്. ഖണ്ഡപർവ്വതങ്ങൾ. എന്താണ് ഖണ്ഡപർവ്വതങ്ങൾ? ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് കണക്ക് ഇങ്ങനെ തോന്നിക്കുന്ന പർവ്വതങ്ങളാണ് ഖണ്ഡപർവ്വതം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു പിരമിഡ് ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന പർവ്വതങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖണ്ഡപർവ്വതങ്ങൾ എന്ന്. അപ്പോ ടോറുകളുണ്ട്, ഖണ്ഡപർവ്വതങ്ങളുണ്ട്, ഫ്രംശ താഴ്വരകളുണ്ട്. നമുക്കറിയാം എപ്പോഴും ഭൂമി കുലുക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രംശ താഴ്വരകൾ എന്ന്. അപ്പോൾ ഫ്രംശ താഴ്വരകൾ ഉപദ്വീപ പീഠഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. ചെങ്കുത്തായ പ്രദേശങ്ങൾ. നിരനിരയായ മൊട്ടക്കുന്നുകൾ അല്ലെങ്കിൽ നിരയായ മൊട്ടക്കുന്നുകള്, ചുമർ സമാനമായ കോർസൈറ്റ് ഡെക്കുകൾ. ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഫ്രംശ താഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചെങ്കുത്തായ പ്രദേശങ്ങള്, നിരനിരയായ മൊട്ടക്കുന്നുകള്, അതുപോലെ ചുമർ സമാനമായ കോർസൈറ്റിന്റെ ഡെക്കുകള് പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗവും വടക്കു പടിഞ്ഞാറൻ മേഖലകളിലും ധാരാളമായിട്ട് കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കണ്ടുവരുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3ആയി തരംതിരിക്കാൻ പഠിച്ചോളണേ. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3ആയി തരംതിരിക്കാം. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം കേട്ടോ. അപ്പോ ഭൂപ്രകൃതി വൈവിധ്യത്തിന്റെ അടിസ്ഥാനത്തില് ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ 3ആയി തരംതിരിക്കുന്നു. എങ്ങനെയൊക്കെയാണത്? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും വടക്ക് കിഴക്കൻ പീഠഭൂമിയും, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വനിര ആരവല്ലി പർവ്വനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ഹിമാലയമാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. മിക്ക സുഹൃത്തുക്കൾക്കും തെറ്റുന്ന പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് ആരവല്ലി പർവ്വനിര. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്നത് ആരവല്ലി പർവ്വനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ആരവല്ലി പർവ്വനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യം. ആരവല്ലി പർവ്വനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം സുഹൃത്തുക്കൾ പഠിച്ചുകൊള്ളുക 1722 മീറ്റർ. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം എത്രയാണ്? 1722 മീറ്റർ ആണ്. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രമാണ് ചോദിക്കുന്നെങ്കിൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കണേ, കൺഫ്യൂഷൻ വേണ്ട. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്.
അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ചോദിച്ചാൽ അത് ദിൽവാര ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിലാണ്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇങ്ങനെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ഇതിലെ 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വരുന്നുണ്ട്. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ആവരുത്, പഠിക്കാൻ വേണ്ടി ഒന്നിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്. അതിനോടൊപ്പം നമ്മൾ ആരെയും പഠിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹിനെ പഠിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ഈ പോയിന്റ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാ സുഹൃത്തുക്കളെ? അത് നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പഠിച്ചോളനെ, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായി വരുന്ന വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖ പദ്ധതി നിലവിൽ വന്നത്. പഠിച്ചോളനെ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായുള്ള വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖ പദ്ധതി നിലവിൽ വന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത്. DBFOT മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. പഠിച്ചോളനെ, വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്ന മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DBFOT മാതൃകയാണ്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഗവൺമെന്റ് സെക്ടറിൽ നിന്നും ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഷെയർ ഉണ്ട് എന്നർത്ഥം കേട്ടോ. ഒന്നും കൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായി വരുന്ന വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖം എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം സ്ഥാപിച്ചിരിക്കുന്നത്. DBFOT മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ആ മാതൃക മറന്നുപോലെ DBFOT മാതൃകയിലാണ്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആരൊക്കെയുണ്ട്? വിഴിഞ്ഞം തുറമുഖത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ നിന്നുള്ള ഫണ്ടുമുണ്ട്, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഫണ്ടുമുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനി അദാനി ഗ്രൂപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനി ഏതാ? അദാനി ഗ്രൂപ്പാണ്. 20 മുതൽ 30 വർഷം വരെയാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം നൽകിയിരിക്കുന്നത്. 20 മുതൽ 30 വർഷം വരെയാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം അത് പിന്നെ ആരിലേക്ക് പോകും? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കേരളം വിട്ടുകൊടുത്തത് 500 ഏക്കർ. പഠിച്ചോളനെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളം വിട്ടുകൊടുത്ത എത്ര ഏക്കർ സ്ഥലമാ? 500 ഏക്കർ സ്ഥലമാണ്. 20 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ്. പഠിച്ചോളനെ, 20 മീറ്റർ വരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്നറിയപ്പെടുന്ന ഏതാ? അത് വിഴിഞ്ഞമാണ്. വലിയ കപ്പലുകളും മദർഷിപ്പുകളും അനായാസം വിഴിഞ്ഞം തുറമുഖത്തിൽ അടുപ്പിക്കുവാൻ കഴിയും. അത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. വലിയ ഷിപ്പുകളും അല്ലെങ്കിൽ വലിയ കപ്പലുകളും അതുപോലെ തന്നെ മദർഷിപ്പുകളും അനായാസം വിഴിഞ്ഞം തുറമുഖത്തിൽ അടുപ്പിക്കാൻ കഴിയും. ഇത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും കേട്ടോ. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹബ്ബായിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. 62ാമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നംച പർവ്വതയാണ് കേട്ടോ. മറക്കരുത്,
ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ആരാണ്? അത് നംച പർവ അല്ലെങ്കിൽ നമച്ച പർവയാണ് കേട്ടോ. ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻസിനെ നമുക്കൊന്ന് പഠിക്കാം സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ് ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻസ്. പഞ്ചാബ് ഹിമാലയം പടിഞ്ഞാറ് സിന്ധു നദിക്കും കിഴക്ക് സത്ലജ് നദിക്കും ഇടയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ട് നദികൾ നമ്മളിവിടെ പറഞ്ഞേ. ആരൊക്കെയാ പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള നദികൾ? ഒന്ന് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സിന്ധു നദിയും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള സത്ലജ് നദിക്കും ഇടയിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് പഞ്ചാബ് ഹിമാലയം എന്ന്. ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ കാശ്മീർ ഹിമാചൽ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത് ആരാണ്? പഞ്ചാബ് ഹിമാലയമാണ്. തെറ്റിപ്പോവല്ലേ. ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗവും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗത്തിനുള്ളിലുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ കാശ്മീർ ഹിമാചൽ ഹിമാലയം എന്ന പേരില് വിളിക്കപ്പെടുന്നു. കാരക്കോറം, പീർപാഞ്ചൽ, ലഡാക്ക്, സസ്കർ, ധൗലാധർ എന്നീ മലനിരകൾ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോണേ. കാരക്കോറം, പീർപാഞ്ചൽ, ലഡാക്ക്, സസ്കർ, ധൗലാധർ എന്നീ മലനിരകൾ കാണപ്പെടുന്നത് ആരുടെ ഭാഗമാ? ഈ പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും കിടക്കുന്നത് ഏതിലാ? പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് കാരക്കോറവും പീർപാഞ്ചലും ലഡാക്കും സസ്കറും ധൗലാധറും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. ഉയർന്ന മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അഗാധമായ മലയിടുക്കുകൾ, ഉയർന്ന പർവ്വതനിരകൾ എന്നിവ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. ഉയർന്ന മഞ്ഞുമൂടിയ പർവ്വതങ്ങള്, അഗാധമായ മലയിടുക്കുകള്, ഉയർന്ന പർവ്വതനിരകൾ എന്നിവ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കുമയോൺ ഹിമാലയം. ഏതാണ്? കുമയോൺ ഹിമാലയം. പടിഞ്ഞാറ് സത്ലജ് നദി മുതൽ കിഴക്ക് കാളി നദി വരെയാണ് ആര് കാണപ്പെടുന്നത്? കുമയോൺ ഹിമാലയം കാണപ്പെടുന്നത്. അപ്പോൾ കുമയോൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് പ്രധാനപ്പെട്ട നദികൾ പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്ത് സത്ലജ് നദിയും ഏറ്റവും കിഴക്കേ ഭാഗത്തായിട്ട് കാളി നദിയും കാണപ്പെടുന്നു. ഇതിനിടയിൽ കാണപ്പെടുന്ന ഹിമാലയ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് കുമയോൺ ഹിമാലയം എന്ന്. പടിഞ്ഞാറ് ഗർവാൾ ഹിമാലയം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ് ഗർവാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ആരാണ്? കുമയോൺ ഹിമാലയമാണ്. കാശ്മീർ ഹിമാലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശം കൂടുതൽ ഉയർന്നതായി കാണപ്പെടുന്നു. കാശ്മീർ ഹിമാലയവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശം കൂടുതൽ ഉയർന്നതായിട്ട് കാണപ്പെടുന്നു. നന്ദാദേവി, തൃശൂല്, കേദാർനാഥ്, തുനഗിരി, കാമത്ത്, ബദരിനാഥ് തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന കൊടുമുടികളാണ്. പഠിച്ചോളേ. കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? നന്ദാദേവി, തൃശൂല്, കേദാർനാഥ്, തുനഗിരി, കാമത്ത്, ബദരിനാഥ് എന്നിവയാണ് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൊടുമുടികള്. നൈനിറ്റാൾ, റാണിഖേത്, അൽമോറ തുടങ്ങിയ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. നൈനിറ്റാള്, അതുപോലെ റാണിഖട്ട് അല്ലെങ്കിൽ റാണിഖേത് എന്ന് നമ്മൾ പറയും. അതുപോലെ അൽമോറ തുടങ്ങിയ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കുക. അടുത്തതാണ് നേപ്പാൾ ഹിമാലയം. ഏതാണ്? നേപ്പാൾ ഹിമാലയം. പടിഞ്ഞാറ് കാളി നദി മുതൽ കിഴക്ക് ടീസ്റ്റ നദി വരെ നീണ്ടു കിടക്കുന്നതാണ് നേപ്പാൾ ഹിമാലയം. പടിഞ്ഞാറ് കാളി നദി മുതൽ കിഴക്ക് ടീസ്റ്റ നദി വരെ നീണ്ടു കിടക്കുന്നതാണ് നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് നദികൾ ഏതാ? നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗം പടിഞ്ഞാറേ ഭാഗത്ത് കാളി നദിയുണ്ട്, ഏറ്റവും കിഴക്ക് വശത്ത് ആരുണ്ട്? ടീസ്റ്റ നദിയുണ്ട്. ഇതിനെയാണ് നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിഭാഗത്തിന്റെ ഭൂരിഭാഗവും നേപ്പാളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ നേപ്പാൾ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ വിളിക്കുന്നത്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗലാഗിരി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗലാഗിരി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായാണ്. പ്രസിദ്ധമായ കാഠ്മണ്ഡു താഴ്വര ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചോളനെ. പ്രസിദ്ധമായ കാഠ്മണ്ഡു താഴ്വര സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം പറയാം സുഹൃത്തുക്കളെ. നേപ്പാൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. യാതൊരു തർക്കവുമില്ല.
നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. അടുത്തതാണ് നമുക്ക് ഇപ്പോ ചോദിച്ച ചോദ്യം, ആസാം ഹിമാലയമാണ്. അപ്പൊ എന്തെന്ന് നമുക്ക് നോക്കാം. പടിഞ്ഞാറ് ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ മേഖലയാണ് ആസാം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആസാം ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാ സുഹൃത്തുക്കളെ? രണ്ടു പ്രധാനപ്പെട്ട നദികൾക്കിടയിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് പടിഞ്ഞാറ് ടീസ്റ്റ നദിയും അതുപോലെ തന്നെ കിഴക്കാരാണ് ബ്രഹ്മപുത്ര നദിയും കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആസാം ഹിമാലയം എന്ന്. ഇന്ത്യയിൽ ഇത് ആസാം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ആസാം ഹിമാലയം നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആസാം സംസ്ഥാനത്തും അതുപോലെ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും സ്ഥിതി ചെയ്യുന്നു. നേപ്പാൾ ഹിമാലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മേഖലയ്ക്ക് ഉയരം വളരെ കുറവാണ്. പഠിച്ചോളനെ, നേപ്പാൾ ഹിമാലയവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആസാം ഹിമാലയത്തിന് ഉയരം വളരെ കുറവാണ്. ഹിമാലയം അരുണാചൽ പ്രദേശിന്റെ തെക്ക് ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിയുന്നു. അതിനാൽ ആസാം ഹിമാലയ മേഖലയിൽ പർവ്വതനിരകൾ വടക്ക് തെക്ക് ദിശയിലായി ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, ഹിമാലയം ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് വശത്തൂടെ കടന്നുപോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? ഇങ്ങനെയൊന്ന് തിരിയും. ഈ തിരിവിനെ നമ്മൾ സിൻഡാക്സിയൽ ബെൻഡ് എന്ന പേരിലൊക്കെ വിളിക്കും. അത് നമുക്ക് വിശദമായിട്ട് ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ മതി. ഈ പ്രദേശത്തെ പ്രമുഖ കൊടുമുടികൾ ഉൾപ്പെടുന്നത് നംച ബർവ, ഗ്യാലാപെരി, കെങ്ടോ, നൈഗി, ക്യാൻസാങ്. പഠിച്ചോളനെ, ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട, അതായത് ആസാം ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്? നംച ബർവ, ഗ്യാലാപെരി, കെങ്ടോ, നൈഗി, ക്യാൻസാങ് എന്നിവയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നംച ബർവയാണ്. ഇതാണ് ചോദിച്ചത്. ഈ പ്രദേശത്ത്, അതായത് ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നംച ബർവയാണ്. ഇത്രയുമായിരുന്നു ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ച 100 ചോദ്യങ്ങൾ. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നത്. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.